പാതയോരങ്ങളിലെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച കേസുകളിൽ പിഴയടയ്ക്കാതെ നിയമലംഘകർ. സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും സ്ഥാപിച്ച അനധികൃത ബോർഡുകൾക്ക് 1,94,000 രൂപ പിഴയിട്ടിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളുടെ അനധികൃത ബോർഡുകൾക്ക് 58,55,000 രൂപയും പിഴ ചുമത്തി. പിരിഞ്ഞു കിട്ടിയത് വെറും 7,19,000 രൂപ. സർക്കാർ ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ പകർപ്പ് 24-ന് MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, യഥാർത്ഥത്തിൽ സാധാരണക്കാരെയൊക്കെ ആണെങ്കിൽ ഈ പിഴിഞ്ഞതൊക്കെ വാങ്ങിച്ചേനല്ലോ, മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുകളെ പിഴിയാൻ പറ്റുന്നില്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായും, കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് അനധികൃത ഫ്ലക്സ് ബോർഡുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് വിവിധ വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ എടുത്തു മാറ്റുകയും പിഴ ചുമത്തുകയും ചെയ്യുമ്പോഴും ഇത് പിരിച്ചെടുക്കുന്നതിൽ ഒരു അലംഭാവം ഉണ്ട് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ നൽകിയ കണക്കിലാണ് ഇക്കാര്യം ഉള്ളത്. കാരണം ഈ സർക്കാർ വകുപ്പുകളും വിവിധ സർക്കാർ സ്ഥാപനങ്ങളും അനധികൃതമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾക്ക് 1,94,000 രൂപയാണ് പിഴ ചുമത്തിയത്. ഏറ്റവും കൂടുതൽ പിഴ ചുമത്തിയത് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾക്കാണ്. ഏകദേശം 58 ലക്ഷം രൂപയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകൾക്ക് പിഴ ചുമത്തിയത്. പക്ഷേ 58 ലക്ഷം രൂപ പിഴ ചുമത്തിയപ്പോൾ ആകെ പിരിഞ്ഞു കിട്ടിയത് 7,19,000 രൂപ മാത്രമാണ് എന്നതാണ് സർക്കാർ അറിയിക്കുന്ന കാര്യം. രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ ഒട്ടും കുറവല്ല. കാരണം 40,84,000 രൂപയാണ് രാഷ്ട്രീയ പാർട്ടികൾ അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ച വകയിൽ പിഴ ചുമത്തിയത്. പക്ഷേ 7,000 രൂപ മാത്രമാണ് ഈ ഇനത്തിൽ സർക്കാർ പിരിച്ചെടുത്തിട്ടുള്ളത്. വിവിധ സംഘടനകളും ഫ്ലെക്സ് ബോർഡുകൾ അനധികൃതമായി സ്ഥാപിച്ചിട്ടുണ്ട്. 27 ലക്ഷം രൂപ പിഴ ചുമത്തിയപ്പോൾ 32,400 രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത്. അതായത് ഈ പിഴ മുഴുവൻ പിരിച്ചെടുത്താൽ സർക്കാരിന് ഏകദേശം 1,29,00,000 രൂപ ലഭിക്കുമെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ നിയമലംഘകർ പിഴ ഒടുക്കാനൊരു വിമുഖത കാണിക്കുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടി ഉണ്ടാകണം. കാരണം ഈ പണം സർക്കാരിലേക്ക് തന്നെയാണ് എത്തുന്നത്. മാത്രമല്ല ഈ പിഴ ഒടുക്കാതെ ഈ തുടരുന്ന ഒരു മനോഭാവം പല ആളുകൾക്കുമുണ്ട്. സർക്കാർ വകുപ്പുകളടക്കം ഇതിൽ ആരോപണ വിധേയരാണ്. അതുകൊണ്ട് തന്നെ അതിൽ ശക്തമായൊരു നടപടി വേണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം ഈ വരും ദിവസങ്ങളിലും ഈ പരിശോധന തുടരണമെന്നതാണ് പൊതുജനങ്ങളും പറയുന്ന കാര്യം. ഈ ഒരു ഹൈക്കോടതിയുടെ ഇടപെടൽ വരുന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടാകുന്നതെന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അനധികൃത ബോർഡുകൾക്കെതിരെ നടപടി തുടരുമെന്ന വിശദീകരണമാണ് നിലവിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയും അറിയിക്കുന്നത്. താങ്ക് യു MG പ്രതീഷ്.